മനുഷ്യന്മാരെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ആഘോഷങ്ങൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. മലയാളികളുടെ ദേശീയോത്സവമായ ഓണം നാടെങ്ങും ആഘോഷിക്കുമ്പോൾ ഒരു കൂടിച്ചേരൽ കൂടിയാണ് സാധ്യമാകുന്നത്. റിപ്പോർട്ട് കാണാം. ആഘോഷ തിരക്കിലാണ് നാടും നഗരവും. മേളകളൊരുക്കിയും വിപണന കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കിയും സർക്കാരിതര വകുപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിന്റെ തനത് കൈത്തറിയുടെ മികവ് തെളിയിക്കുന്നതാണ് പോലീസ് മൈതാനിൽ നടക്കുന്ന കൈത്തറി മേള. 60 സ്റ്റാളുകളിലായി ജില്ലയിലെ കൈത്തറി സംഘങ്ങളുടെ കൂട്ടായ്മയാണ് ഇവിടെ ദൃശ്യമാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് ഇതുപോലുള്ള മേളകൾ നമ്മളെ ഈ വ്യവസായത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു മേളകളാണ്. നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൈത്തറി സഹകരണ സംഘങ്ങളെല്ലാം തന്നെ ഈ ഓണക്കാലത്തും അതുപോലെ തന്നെ വിഷുവിനും ക്രിസ്മസിനുമുള്ള മേളകളിലൂടെയാണ് അവരുടെ തനതായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. അതിൽ തന്നെ ഓണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. ഈ ഓണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ സംഘങ്ങളും പുത്തൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെയാണ് കൈത്തറി മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. മൊത്തം 60 സ്റ്റാളാണ് ഈ മേളയിലുള്ളത്. 40 സ്റ്റാള് കേരളത്തിലുള്ള കൈത്തറി സഹകരണ സംഘങ്ങളും 20 സ്റ്റാള് അന്യസംസ്ഥാന സ്റ്റാളുകളുമാണ് ഉള്ളത്. നിലവിലിപ്പം 2 കോടിയിൽ മേലെ വിറ്റുവരവ് നമ്മൾ നിലവിൽ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 കോടി രൂപയാണ് മൊത്തം ഈ ഓണ പരിപാടിയിൽ വിൽപ്പന പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ ഇത് ഈ മുമ്പിൽ സൂചിപ്പിച്ച പോലെ കൈത്തറിയുടെ ഒരു പ്രാധാന്യം, കണ്ണൂർ കൈത്തറി അതേപോലെ കേരള കൈത്തറിയുടെ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മേള നന്നായി വരുന്നുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള സംഘങ്ങളും മേളയിലുണ്ട്. बहुत सारी साड़ी है, हैंड ब्रश पेंटिंग में भी साड़ी ब्रश से बनाया हुआ पूरा साड़ी है ये हमारे पास, ये देख सकते हैं आप। मेरा नाम विनीता सिंह है, मैं मध्य प्रदेश से आई हूँ और ये मेरा स्टॉक सब लेके आई हूँ मैं यहाँ पे केरल में। हैंडलूम है, सारा हैंडीक्राफ्ट है और ये ब्लॉक प्रिंट है मेरा। मुझे तो इतना खास नहीं पता, बस ये पता है कि यहाँ पे इनका फेस्टिवल है ये ओणम, तो जैसे हमारे यहाँ पे दिवाली होती है ऐसी उनके यहाँ पे ओणम है। ഉത്സവ നാളുകളിലെ മേളകളാണ് ഇത്തരം സംഘങ്ങൾക്ക് ഏറെ ആശ്വാസം. കൈത്തറി വളരെ ഭംഗിയായിട്ട് ആൾ ഈ മേള നടക്കുമ്പോൾ അതിനോട് വന്ന് നോക്കി അതിനോട് ആകാംക്ഷ നടത്തി എന്നിട്ട് അതിനോട് ഒന്നുമില്ലെങ്കിൽ ഒരു തോർത്തെങ്കിലും വാങ്ങാമെന്നുള്ളൊരു നിലപാടിലാണ് ജനങ്ങളുള്ളത്. ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്നൊരുക്കിയ കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയും പോലീസ് മൈതാനിയിൽ നടക്കുന്നുണ്ട്. സമീപത്തായി ഖാദി മേളയുമുണ്ട്. കൂടാതെ സ്വകാര്യ സംരംഭകരുടെ ഓണം ഫെയറും ആഘോഷത്തിന് മാറ്റുകൂട്ടുകയാണ്. കൈത്തറിയിലുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഈ സ്റ്റാളുകളിൽ, വിവിധ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ലഭ്യമാണ്. മേളകൾ ഒരുക്കുന്നതിലൂടെ വലിയ തോതിലുള്ള വിപണനം നടത്താനാവുന്നു എന്നതിനപ്പുറം കൈത്തറിയിലേക്കും ഖാദിയിലേക്കും നമ്മെ ചേർത്തു നിർത്താനും സാധിക്കുന്നു. 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയ്ക്ക് അത് താങ്ങായി മാറുമെന്നുറപ്പാണ്. അതോടൊപ്പം നാടിന്റെ നന്മകളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രയത്നത്തിന് ശക്തി പകരുകയും ചെയ്യും. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.